ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1839. ഇന്ന് ജനുവരി മാസം 12-ാം തീയതി. വീണ്ടും ഒരു ഞായർ ദിനമാണ്. രണ്ടും കൊയ്ത്തുകാലം വരെ വളരട്ടെ, അങ്ങനെ യേശു പറയുന്നു. വിളവിനെ കുറിച്ച് മാത്രമല്ല, കളയം കൂടി ഉൾപ്പെടുത്തിയാണ് അങ്ങനെ പറയുന്നത്. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 30-ാമത്തെ തിരുവചനമാണ്. കുറെ കൂടി നമ്മളുടെ ഹൃദയം വലിപ്പപ്പെടുമോ എന്നുള്ളതാണ്. എല്ലാത്തിനെയും ഒന്ന് ഉൾക്കൊള്ളാനും സ്വീകരിക്കുവാനും പാകത്തിന്. ഒരാളെ ബഹുമാനിക്കുന്നു, ഒരാളെ സ്വീകരിക്കുന്നു, ഒരാളെ ഉൾക്കൊള്ളുന്നു എന്നതിന്റെ അർത്ഥം അയാളിലെ നന്മകളെ മാത്രമല്ല, അയാളിലെ പോരായ്മകളെയും കൂടി അംഗീകരിക്കുന്നു, സ്വീകരിക്കുന്നു എന്നല്ലേ. അകറ്റി നിർത്താനായിട്ട് കുറച്ച് ബഹളങ്ങൾ മാത്രം മതി. പക്ഷെ ചേർത്ത് നിർത്താനായിട്ട് ക്ഷമയും ധൈര്യവും മൗനവും ഒക്കെ ആവശ്യമാണ്. എന്നെ അംഗീകരിക്കാൻ തയ്യാറാകാത്തവരെയെല്ലാം മാറ്റി നിർത്താനായിട്ട് എനിക്ക് വേണമെങ്കിൽ എളുപ്പമാണ്. അങ്ങനെ മാറ്റി നിർത്തിയാൽ ഞാൻ ആരുമാകാനായിട്ട് കഴിയാതെ പോകും, ഉറപ്പാണ്. ക്ഷണിക്കാതെ ചിലരൊക്കെ വരുമെന്നേ ജീവിതത്തിനകത്തേക്ക്. അവരെയും സ്വീകരിപ്പാനായിട്ട് നമുക്ക് ശേഷിയുള്ളവരായി മാറാം. ഇഷ്ടമുള്ളത് മാത്രം സ്വീകരിച്ചാൽ എല്ലാവരുടെയും ഇഷ്ടം അതാണ്, ആഗ്രഹം, ഇഷ്ടമുള്ളത് മാത്രം സ്വീകരിക്കുക. പക്ഷെ ജീവിതത്തിൽ ആവശ്യമുള്ളതെല്ലാം കിട്ടിയെന്ന് വരില്ല. പ്രിയങ്ങളിലൂടെ മാത്രം സഞ്ചരിക്കുന്ന ഒന്നും ആരും പൂർണ്ണ വളർച്ചയിലും എത്തത്തില്ല. അതുകൊണ്ട് കുറെ കൂടി ഒരു ക്രിസ്തു മാതൃക കണ്ടെത്താൻ പറ്റുമോ സുവിശേഷത്തിന്റെ താളുകളിൽ? വിളവിനൊപ്പം വിതച്ച ഗോതമ്പിന്റെ ഒപ്പം കളകളും കൂടി ഉണ്ടെന്നും ആരാണത് വിതച്ചതെന്നും ഒക്കെ ഒരു ഡിസ്കഷനുണ്ട് ഈ ഒരു വേദഭാഗത്ത്. ഒടുവിൽ വേലക്കാർ പറയുന്നുണ്ട്, വലിച്ചു പറിച്ച് കളയട്ടെ എന്ന്. അപ്പോൾ യജമാനൻ പറയുകയാണ്, വേണ്ട, ഇപ്പോൾ കള വലിച്ചു പറിക്കാൻ പോയാല് ഗോതമ്പ് കൂടി ഉലഞ്ഞു പോകും, പിഴുതുപോയി. കൊയ്ത്തുകാലം വരെ രണ്ടും അവിടെ അങ്ങനെ നിൽക്കട്ടെ. അതൊരു സാധ്യത കൂടിയാണ്. എനിക്ക് നിങ്ങൾക്കുമൊക്കെ കുറെ കൂടി ഒരു വിശാല ഹൃദയം ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും ആളുകളൊന്നും നമ്മളെ വിട്ട് അകന്ന് പോവില്ലായിരുന്നു. പ്രാർത്ഥനയോടുകൂടി ആമേൻ.